വെൽക്കം ഓൾ ടു ടുഡേയ്സ് ക്ലാസ്. സ്നേഹമുള്ള എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിൽ മൂന്നാമത്തെ യൂണിറ്റായ ചലഞ്ചസ് ഇൻ ഇൻക്ലൂഷനിലെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചറൽ ഇൻക്ലൂഷൻ, അതുപോലെ ജെൻഡർ ഇൻക്ലൂഷൻ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചെറിയ ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതൊരു അധ്യാപകനും അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഈ ടോപ്പിക്കിനകത്തുണ്ട്. സാധാരണ ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതുപോലെ ഡൈവേഴ്സിറ്റിയെ ക്ലാസ് റൂമിൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും, ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ ടോപ്പിക്കിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ് ആൻഡ് ടോപ്പിക് 2 ഡീലിംഗ് വിത്ത് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ്. ലേണിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ്, ഒരു അന്തരീക്ഷം, ഇൻക്ലൂസീവ് ആയിട്ട് ലേണിംഗ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അതിന് എന്തെല്ലാം സവിശേഷതകൾ വേണം, ആ ക്ലാസ് റൂമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ആദ്യത്തെ ടോപ്പിക്, മെനി സ്കൂൾസ് ആർ വർക്കിംഗ് ടു ബിക്കം ചൈൽഡ് ഫ്രണ്ട്ലി വെയർ ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ലേൺ ടു ദെയർ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ വിത്തിൻ എ സേഫ് ആൻഡ് വെൽക്കമിങ് എൻവയറമെൻറ്റ്. അധിക സ്കൂളുകളും ചൈൽഡ് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ചൈൽഡ് ഫ്രണ്ട്ലി ആണെങ്കിൽ, ശിശു സൗഹൃദമായിട്ടുള്ള ഒരു സ്കൂൾ, ഒരു ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? വേർ ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ലേൺ ടു ദിയർ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ. കുട്ടികൾക്ക് അവരുടെ അന്തർലീനമായി കിടക്കുന്ന മുഴുവൻ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠന പ്രക്രിയകളൊക്കെ പങ്കെടുത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവും. വിത്തിൻ എ സേഫ് ആൻഡ് വെൽക്കമിങ് എൻവയറമെൻറ്റ്. വളരെ പ്രധാനമാണ് സേഫ് ആൻഡ് വെൽക്കമിങ് എൻവയറമെൻറ്റ്. വളരെ സുരക്ഷിതവും അവരെ സ്വാഗതം ചെയ്തതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു എൻവയറമെൻറ്റ്, ഒരു ചുറ്റുപാട്. ആ ചുറ്റുപാടിൽ, ആ ഒരു അന്തരീക്ഷത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു വെൽക്കമിങ് എൻവയറമെൻറ്റിൽ കുട്ടികൾക്ക് അവരിൽ അന്തർലീനമായി കിടക്കുന്ന മുഴുവൻ കഴിവുകളും ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ദ എയിം ഈസ് ടു ഇംപ്രൂവ് ചൈൽഡ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേണിംഗ് ഇൻ സ്കൂൾ റാദർ ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സബ്ജക്ട് മാറ്റർ ആൻഡ് എക്സാമിനേഷൻസ്. നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള കാഴ്ചപ്പാട് വിപരീതമായിക്കൊണ്ട് ഒരു ലേണിംഗ് ഫ്രണ്ട്ലി, ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ്, അത്തരത്തിലൊരു എൻവയറമെൻറ്റിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ലക്ഷ്യം ടു ഇംപ്രൂവ് ചൈൽഡ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേണിംഗ് ഇൻ സ്കൂൾ. കുട്ടികളുടെ പങ്കാളിത്തവും പഠനവും അത് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. പഠന പ്രക്രിയയിൽ കുട്ടിയുടെ പങ്കാളിത്തം, അതുപോലെ അവരുടെ പഠനം, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. റാദർ ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സബ്ജക്ട് മാറ്റർ ആൻഡ് എക്സാമിനേഷൻസ്. വെറും സബ്ജക്റ്റ് മാറ്ററിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, വെറും പരീക്ഷകളിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഠന പ്രക്രിയക്കപ്പുറത്തേക്ക് എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും എല്ലാവർക്കും പഠിക്കാൻ അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എ ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ് ഈസ് ചൈൽഡ് ഫ്രണ്ട്ലി ആൻഡ് ടീച്ചർ ഫ്രണ്ട്ലി. ഒരു ലേണിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും, ടീച്ചർ ഫ്രണ്ട്ലി ആയിരിക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട്, നമ്മൾ പഠിച്ചിട്ടല്ലോ, എ ഗുഡ് ടീച്ചർ ഷുഡ് ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ വിവക്ഷ എന്താണ്? ഒരു ഫ്രണ്ടിനോട് കുട്ടികൾക്ക് എല്ലാം തുറന്ന് പറയാനുള്ള എന്തുണ്ടാവും? ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, പേടിയുണ്ടാവും, അപ്രോച്ചബിളായിരിക്കും ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട്. അപ്പോൾ അവൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അവൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ ഫ്രണ്ടിനോട് നമ്മൾ തുറന്ന് പറയും.
നമ്മൾ മറ്റാരോട് പറയാത്ത നമ്മുടെ അടുത്ത ഫ്രണ്ട്സിനോട് പറയും. അപ്പോൾ അത്തരം ഒരു ഫ്രണ്ടിനെ പോലെ ടീച്ചർ പെരുമാറും. അപ്പോൾ ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം ടീച്ചറോട് എല്ലാ കുട്ടികൾക്ക് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അവരുടെ സന്തോഷമൊക്കെ പങ്കിടാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതുപോലെ ടീച്ചർ ഫ്രണ്ട്ലി ആയിരിക്കണം. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൈൽഡ് ഫ്രണ്ട്ലിയും ടീച്ചർ ഫ്രണ്ട്ലി. കുട്ടികൾക്ക് അങ്ങോട്ടും അധ്യാപകരും കുട്ടികൾ പരസ്പരം ഒക്കെ വളരെ ഫ്രണ്ട്ഷിപ്പോട് കൂടി എല്ലാം തുറന്ന് പറഞ്ഞ് അവരുടെ പ്രയാസമൊക്കെ പറഞ്ഞ് പഠന പ്രക്രിയയിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എൻവയർമെൻറ്റ്. അപ്പം എന്താണ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയർമെൻറ്റ് എന്ന് പറയുന്നത്? ചൈൽഡ് ഫ്രണ്ട്ലിയാണ്, ടീച്ചർ ഫ്രണ്ട്ലിയാണ്. It stresses the importance of students and teachers learning together as a learning community. അതെ, കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് പഠിക്കുക, ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് പഠന പ്രക്രിയയിൽ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ അത് സ്ട്രെസ് ചെയ്യുന്നു. പഠന പ്രക്രിയയിൽ കുട്ടികളും ടീച്ചറും ഒരുമിച്ച് പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം സ്ട്രെസ് ചെയ്യുന്നു ഒരു ലേണിംഗ് ഫ്രണ്ട്ലി എൻവയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകൻ ഒരു പഠിതാവ് കൂടിയാണ് ക്ലാസ്സിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ എലമെൻസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു കോലേണറാണ് അധ്യാപകൻ. നമ്മൾ കുറേ വിവരങ്ങൾ ഇങ്ങനെ വിളമ്പി കൊടുക്കുക, അതിങ്ങനെ കേൾക്കുക, കുട്ടികൾ നോട്ട് ചെയ്താൽ കാണാൻ പഠിക്കുക, പരീക്ഷ എഴുതുക, റാങ്ക് കിട്ടുക എന്നുള്ള കൺസെപ്റ്റൊക്കെ പോയി ഒക്കെ ട്രഡീഷണലാണ്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്ത് ടീച്ചർ ചെന്ന് ഇൻവോൾവ് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പിൽ ഒരാളായിക്കൊണ്ട് അവരുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കോലേണറായിട്ട് എല്ലാ കുട്ടികളും നിരീക്ഷിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. കുട്ടികളെല്ലാം തുറന്ന് ചർച്ച ചെയ്യാൻ അവസരം കിട്ടും. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. ഇറ്റ് പ്ലേസസ് ചിൽഡ്രൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ലേണിംഗ് ആൻഡ് എൻകറേജസ് ദർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ലേണിംഗ്. വളരെ പ്രധാനം കേട്ടോ. ഇറ്റ് പ്ലേസസ് ചിൽഡ്രൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ലേണിംഗ്. പഠനത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് അത് കുട്ടികളെയാണ് പ്രതിഷ്ഠിക്കുന്നത്. പഠനത്തിൻ്റെ കേന്ദ്രബിന്ദു കുട്ടിയാണ്. ആൻഡ് എൻകറേജസ് ദർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ലേണിംഗ്. എന്നിട്ട് അവരുടെ പഠനത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നു? അതിനെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കും. വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എൻകറേജ്മെൻറ്റ് അധ്യാപകൻ കൊടുക്കുന്നു. ഇറ്റ് ആൾസോ ഫുൾഫിൽസ് അവർ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആസ് ടീച്ചേഴ്സ് സോ ദാറ്റ് വി വാണ്ട് ടു ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഗിവിംഗ് ചിൽഡ്രൻ ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പോസിബിൾ. അതുപോലെ തന്നെ കുട്ടിയുടെ നീഡ്സും ഇൻട്രസ്റ്റും കുട്ടിയുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്നു അത്തരത്തിലുള്ള ക്ലാസ്. എല്ലാ കുട്ടിയുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? സാക്ഷാത്കരിക്കുന്നു അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ. സോ ദാറ്റ് വി വാണ്ട് ടു ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഗിവിംഗ് ചിൽഡ്രൻ ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ പോസിബിൾ. അങ്ങനെ കുട്ടികൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മളും പ്രാപ്തരാകുന്നു, ടീച്ചേഴ്സ്. ഇതാണ് ഒരു ലേണിംഗ് ഫ്രണ്ട്ലി, ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റ് ക്ലാസ് റൂമിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തോന്ന് നമുക്ക് പരിശോധിക്കാം. അവിടെ എന്തൊക്കെയായിരിക്കും നടക്കേണ്ടത്, എങ്ങനെയായിരിക്കും നടക്കുന്നത്. അപ്പം നമുക്ക് ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമും ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ടീച്ചറും കുട്ടികളും മറ്റു കാര്യങ്ങളും ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അതുപോലെ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിൽ എങ്ങനെയാണ്, ഇത് 2 ടാബിളായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അതിൽ 3 കോളംസ് ഉണ്ട്. 1 ആസ്പെക്ട്സ്, 2 ട്രഡീഷണൽ ക്ലാസ് റൂം, 3 ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. റിലേഷൻഷിപ്സ്, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്. ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം ആണെങ്കിൽ അത് ഡിസ്റ്റൻ്റ് ആണ്, അതായത് ഒരു അകലുണ്ട്. ടീച്ചറും കുട്ടികളും തമ്മിൽ അകലുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ വൈൽ അഡ്രസ്സിൻ ദ ക്ലാസ് ടീച്ചർ കീപ്സ് എ ഡിസ്റ്റൻസ് ഫ്രം പീപ്പിൾസ്. ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ടീച്ചർ ഒരു നിശ്ചിത അകലം പാലിക്കുന്നുണ്ട് കുട്ടികളിൽ നിന്നും. എപ്പോൾ? ട്രഡീഷണൽ ക്ലാസ് റൂമിൽ, പരമ്പരാഗതമായിട്ടുള്ള ക്ലാസ് റൂമിൽ. എന്നാൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിൽ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആയിട്ട് കണ്ടോ, വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഒരു ഡിസ്റ്റൻസ് ഇല്ല ടീച്ചറും കുട്ടികളും തമ്മിൽ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദ ടീച്ചർ സിറ്റ്സ് നെക്സ്റ്റ് ടു ആൻഡ് സ്മൈൽ അറ്റ് എ ചൈൽഡ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഉദാഹരണമായിട്ട് അവിടെ ഒരു ഹിയറിംഗ് ഇമ്പയർമെൻറ്റുള്ള കുട്ടീനെ വിചാരിച്ചു. ഒരുപാട് ഇമ്പയർമെൻറ്റുള്ള കുട്ടികൾ ക്ലാസ്സിൽ പലതരം ഇമ്പയർമെൻറ്റുള്ള ഒന്നുകൊണ്ട കുട്ടികളുണ്ടാവല്ലോ. ഉദാഹരണമായിട്ട് ഒരു ഹിയറിംഗ് ഇമ്പയർമെൻറ്റുള്ള കുട്ടി ഉണ്ടെങ്കിൽ
ടീച്ചർ ആ കുട്ടീൻ്റെ അടുത്തൊന്ന് പോയി ഇരുന്നിട്ട് അവനൊന്ന് പുഞ്ചിരിക്കും. അത് തന്നെ അവന് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ടീച്ചർ തന്നെ പരിഗണിക്കുന്നുണ്ട്. ആ ഒരു ടീച്ചറുടെ അടുത്ത സാമീപ്യവും പുഞ്ചിരിയും തന്നെ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യും. അത് മതി. അവൻ പഠന പ്രക്രിയയിൽ വളരെ ആക്റ്റീവായി പങ്കാളിയാവും. കണ്ടോ, അതാണ് അന്തരീക്ഷം. അത് മാത്രമല്ല, ദ പേരൻറ് ഓർ ഹെൽപ്പർ പ്രൈസസ് ദിസ് ചൈൽഡ് ആൻഡ് അസിസ്റ്റ് അതർ ചിൽഡ്രൻ. അങ്ങനത്തെ ഒരു ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെൻറ്റിൽ പേരൻസ് ഉണ്ടാവും. നമ്മുടെ ഈ ക്ലാസ് റൂമുകളിൽ പേരൻസ് വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റിൽ ആ പാരൻസിൻ്റെയൊക്കെ പ്രതിനിധികൾ ഉണ്ടാവുന്ന പാരൻസും അല്ലെങ്കിൽ ഹെൽപ്പർ ആ കുട്ടികളെ സഹായിക്കുക. അതായത് ഇത്തരം കുട്ടികളെ സഹായിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയറമെൻറ്റ് പഠിച്ചപ്പോൾ അതിൻ്റെ നമ്മൾ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. ഹെൽപ്പർ വേണ്ടി വരും, ചിലപ്പം ഫിസിയോതെറാപ്പിസ്റ്റുകൾ വേണ്ടി വരും ഒക്കെ അല്ലേ, അവരെ സഹായിക്കുക. അതായത് ഈ എൻവയറമെൻറ്റുള്ളവരൊക്കെ സഹായിക്കുക. അപ്പോൾ പാരൻ്റ് അല്ലെങ്കിൽ ഹെൽപ്പർ എന്ത് ചെയ്യും? പ്രൈസസ് ദിസ് ചൈൽഡ് ആൻഡ് അസിസ്റ്റ് അതർ ചിൽഡ്രൻ. ഈ കുട്ടികളെ പുകഴ്ത്തുന്നു, കുട്ടികൾ നല്ല എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ കാണിച്ചാൽ പോലും പുകഴ്ത്തുന്നു, എന്നിട്ട് മറ്റുള്ള കുട്ടികളെയും സഹായിക്കുന്നു. അതാണ് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഹു ഈസ് ഇൻ ദ ക്ലാസ് റൂം. ആരൊക്കെയാണ് ക്ലാസ്സിലുണ്ടാവുക? ഹു ഈസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിൽ ആരാണ്ടാവുക? ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ദ ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് വിത്ത് ക്വൈറ്റ് സിമിലർ എബിലിറ്റീസ്. ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചറും കുട്ടികളും സിമിലർ ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവുക. മിക്കവാറൊക്കെ എല്ലാ ഒരുപോലത്തെ എബിലിറ്റീസ് ഉള്ള കുട്ടികളായിരിക്കും. ഡൈവേഴ്സിറ്റി ഉള്ള കുട്ടികളുണ്ടാവില്ല. എന്നാൽ അവിടെ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിലോ ദ ടീച്ചർ ഉണ്ടാവും. സ്റ്റുഡൻസ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് അബിലിറ്റീസ്. ഒരു വിശാലമായ റേഞ്ചിലുള്ള ബാക്ക്ഗ്രൗണ്ടും അബിലിറ്റീസും കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. പല തരത്തിലുള്ള ഭിന്നശേഷിക്കാരുണ്ടാവും, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതർ സച്ച് ദ പാരൻറ്റ് ഹെൽപ്പർ. അതുപോലെ തന്നെ പാരൻറ്റ് ഹെൽപ്പറും ഉണ്ടാവും കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ആസ്പെക്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ഐഡൻറ്റിക്കൽ സീറ്റിംഗ് ആണ്. എല്ലാം നമ്മളല്ലേ ബെഞ്ചും ഡെസ്കൊക്കെ അടുക്കിയിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ക്ലാസ് റൂമുകൾ ഇപ്പം നമ്മളെ മിക്ക ക്ലാസ് റൂം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അവർക്കിങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും കൺസ്ട്രക്റ്റീവ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും മിക്കവാറും സ്കൂളുകളിൽ ട്രഡീഷണൽ ക്ലാസ് റൂമിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്. അങ്ങനെയല്ല വേണ്ടത്. എന്നാൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കണം? ഡിഫറെൻറ്റ് സീറ്റിംഗ് ആണ്. ഡിഫറെൻറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അത് വ്യത്യസ്തമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കണം. ഗേൾസ് ആൻഡ് ബോയ്സ് സിറ്റിംഗ് ടുഗദർ ഓൺ ദ ഫ്ലോർ. ബോയ്സും ഗേൾസും ഒരുമിച്ച് തറയിലിരിക്കുന്നു. ഇൻ 2 സർക്കിൾസ്, 2 സർക്കിളായിട്ടിരിക്കും. രണ്ടോ അല്ലെങ്കിൽ അധികം സർക്കിളായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓർ സിറ്റിംഗ് ടുഗദർ അറ്റ് ടേബിൾസ്. അല്ലെങ്കിൽ ടേബിളിലാണെങ്കിൽ അവർ ഒരുമിച്ചിരിക്കും. ഗേൾസും ബോയ്സും ഒക്കെ ഒരുമിച്ചാണ് ഇരിക്കുക. അങ്ങനത്തെ ഒരു ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂം. അടുത്ത ആസ്പെക്ട് ലേണിംഗ് മെറ്റീരിയൽസ് ആണ്, പഠന സാമഗ്രികൾ. ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്സ്, എക്സർസൈസ് ബുക്ക്, ചാക്ക് ബോർഡ് ഫോർ ടീച്ചർ. അവിടെ ഉണ്ടാകുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പരിമിതമാണ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, കുട്ടികളുടെ എക്സർസൈസ് ബുക്ക് ഉണ്ടാവും, പിന്നെ ഒരു ബോർഡ് ഉണ്ടാവും, ബ്ലാക്ക് ബോർഡ്. ചാക്ക് ബോർഡ് മീൻസ് ബോർഡ്, ഒരു ബോർഡും ഉണ്ടാവും ടീച്ചർക്ക്. എന്നാൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിലാണെങ്കിലോ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഫോർ ഓൾ സബ്ജക്ട്സ് സച്ച് ആസ് മാത്ത് മെറ്റീരിയൽസ് മെയ്ഡ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ഓർ പോസ്റ്റേഴ്സ് ആൻഡ് പപ്പറ്റ്സ് ഫോർ ലാംഗ്വേജ് ക്ലാസ്. വ്യത്യസ്തമായിട്ടുള്ള പഠന സാമഗ്രികൾ ഉണ്ടാവും എല്ലാ വിഷയങ്ങൾക്കും. ഉദാഹരണമായിട്ട് മാത്സിൻ്റെ മെറ്റീരിയൽസ്, വ്യത്യസ്തമായ ഗണിത കേളികളൊക്കെ ഏർപ്പെടാനുള്ള പലതരം മെറ്റീരിയൽസ്. അതുപോലെ അത് മെയ്ഡ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്, അല്ലാതെയും പല മെറ്റീരിയൽസ്. ഓർ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്ററുകൾ, ആൻഡ് പപ്പറ്റ്സ് അല്ലെങ്കിൽ പാവകൾ ഫോർ ലാംഗ്വേജ് ക്ലാസ്. ലാംഗ്വേജ് ക്ലാസ്സിലാണെങ്കിൽ ഈ പാവ നാടകമൊക്കെ നടത്താം, പപ്പറ്റ്രി, പാവ നാടകമൊക്കെ നടത്താൻ പപ്പറ്റ്സ് വേണം. അതുപോലത്തെ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് വേണം ലാംഗ്വേജ് ക്ലാസ്സിലൊക്കെ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസ്കോഴ്സുകൾ ക്ലാസ് റൂമിൽ ലാംഗ്വേജ് ക്ലാസ്സിൽ ടീച്ചർ കുട്ടിയെ കൊടുക്കേണ്ടതുണ്ട്. ആ ഡിസ്കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ ഉണ്ടായിരിക്കുന്നു. അടുത്ത ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ആണ്, വിഭവങ്ങളെ. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ദ ടീച്ചർ ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ചിൽഡ്രൻ വിത്തൗട്ട് യൂസിങ് എനി അഡീഷണൽ ടീച്ചിങ് മെറ്റീരിയൽസ്. ഒരു പരമ്പരാഗതമായുള്ള ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അഡീഷണലായിട്ട് ഒരു ടീച്ചിങ് മെറ്റീരിയലും ടീച്ചർ ഉപയോഗിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി ടെക്സ്റ്റ് ബുക്ക്, കുട്ടികളെ വർക്ക് ബുക്ക് എന്നുള്ളതിനപ്പുറത്തെ ഒരു ബ്ലാക്ക് ബോർഡും അതിനപ്പുറത്തേക്ക് അഡീഷണലായിട്ട് ഒരു ടീച്ചിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നില്ല ട്രഡീഷണൽ ക്ലാസ് റൂം.
ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിലോ ദ ടീച്ചർ പ്ലാൻസ് എ ഡേ ഇൻ അഡ്വാൻസ് ഫോർ ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിൽ പോകുമ്പോൾ പ്ലാൻ ചെയ്യുമോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്നിട്ട് പ്ലാൻ ചെയ്യുമൊന്നുമല്ല ചെയ്യാം. ടീച്ചർ ഒരു ദിവസം മുൻകൂട്ടി തന്നെ ക്ലാസ്സിനെ പ്ലാൻ ചെയ്യും. നാളത്തെ എൻ്റെ ക്ലാസ് എങ്ങനെയായിരിക്കണം, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവർക്ക് ഞാൻ നാളെ കൊടുക്കുന്ന വർക്കിന് ആവശ്യമായിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം എൻ്റെ ക്ലാസ് റൂമിലെ സ്ട്രാറ്റജീസ്, ഗ്രൂപ്പിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെ ഇൻവോൾവ് ചെയ്യണം, കുട്ടികളെ എങ്ങനെ ശരിക്കും റെസ്പോണ്ട് ചെയ്യിപ്പിക്കണം, ടീച്ചർ പ്യൂപ്പിൾ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കണം, പ്യൂപ്പിൾ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കണം, ക്ലാസ്സിലെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കണം, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ദിവസം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യും. ഷീ ഇൻവോൾവ്സ് ദ ചിൽഡ്രൻ ഇൻ ബ്രിങ്ങിങ് ലേണിംഗ് എയ്ഡ്സ് ടു ദ ക്ലാസ് ആൻഡ് ദിസ് എയ്ഡ്സ് ഡു നോട്ട് കോസ്റ്റ് എനിത്തിങ്. ടീച്ചർ കുട്ടികളെ കൊണ്ട് ലേണിംഗ് എയ്ഡുകൾ അവരുടേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ലേണിംഗ് എയ്ഡുകൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പറയും. ഈ എയ്ഡ്സ് എന്ന് പറയുന്നത്, ഈ ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് വലിയ കോസ്റ്റ് ഒന്നും വരില്ല, ലോ കോസ്റ്റ് ആയിട്ടുള്ള ലേണിംഗ് എയ്ഡുകൾ. ഇപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല എന്തെങ്കിലും ലോ കോസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ലേണിംഗ് എയ്ഡുകൾ കുട്ടികളെ സഹായത്താൽ ടീച്ചറിൻ്റെ സഹായത്താൽ കുട്ടികളുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പേരൻസിൻ്റെ സഹായത്താൽ കുട്ടികളുണ്ടാക്കിയിട്ടുള്ള ലേണിംഗ് എയ്ഡുകൾ കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ടീച്ചർ നിർദ്ദേശിക്കും. അതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷനാണ്, മൂല്യനിർണ്ണയം. അത് ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ കാര്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് റിട്ടൺ എക്സാമിനേഷൻ, ഒരു നിലവാരത്തിലുള്ള ഒരു റിട്ടൺ എക്സാമിനേഷനാണ് ഉണ്ടാവുക. ആ പരീക്ഷയോട് കൂടി തന്നെ ഒറ്റ പരീക്ഷ കൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ വിലയിരുത്തുന്നത്. അവിടെ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസം അളക്കാനുള്ള ഒരു അളവുകോലും ഇല്ല, ഓർമ്മ പരിശോധന മാത്രമാണ്. എന്നാൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിലോ ഓതൻറ്റിക് അസസ്മെൻ്റാണ്, വളരെ ആധികാരികമായിട്ടുള്ള അസസ്മെൻ്റാണ് കുട്ടികളെ. ഒബ്സർവേഷൻസ്, ഓരോ കുട്ടികളെയും കൃത്യമായി ടീച്ചർ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരുടെ പഠന നേട്ടങ്ങളും അവരുടെ പ്രശ്നങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള അസസ്മെൻ്റാണ്. സാമ്പിൾസ് ഓഫ് ചിൽഡ്രൻസ് വർക്ക് ഓവർ ടൈം സച്ച് ആസ് പോർട്ട്ഫോളിയോസ്. അതുപോലെ കുട്ടികളെ അത്രയും കാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വർക്കുകൾ, അതിൻ്റെ സാമ്പിളുകൾ, പോർട്ട്ഫോളിയോസ്, ശേഖരങ്ങൾ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ശേഖരിച്ച സാധനങ്ങൾ, സാമഗ്രികൾ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്. അല്ലാതെ ഓർമ്മ പരിശോധന മാത്രമല്ല. അപ്പോൾ ഇവാലുവേഷൻ സിസ്റ്റത്തിലും വളരെ കാതലാമായിട്ടുണ്ട് ട്രഡീഷണൽ ക്ലാസ് റൂമും ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമും തമ്മിൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെന്ന് പറയും. അപ്പം ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, ടഫായിട്ട് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കുറേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നം ഇത് തിയറി ഇങ്ങനെ പഠിച്ച് പോകാമെന്നുള്ളതല്ല, ഇതിനെ നമ്മളൊന്ന് ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ നമ്മൾ ക്ലാസ് റൂമിനെ മികച്ച രീതിയിൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സുകളിലേക്കൊന്ന് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ നമ്മുടെ ക്ലാസ് റൂമിനൊന്ന് വിഷൻ ചെയ്തുകൊണ്ട് ഏതെല്ലാം ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികൾ എൻ്റെ ക്ലാസ് റൂമിലുണ്ട്, അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ അവരുടെ നീഡ്സും ഇൻട്രസ്റ്റും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എന്തെന്ത് പ്രവർത്തനങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, അതിന് എന്തെല്ലാം പഠന സാമഗ്രികൾ ഞാൻ ഉപയോഗിക്കേണ്ടതുണ്ട്, കുട്ടികളെ കൊണ്ട് എന്തെല്ലാം പഠന സാമഗ്രികൾ തയ്യാറാക്കേണ്ടതുണ്ട്, ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കണം ഗ്രൂപ്പ് വർക്ക് കൊടുക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം ക്ലാസ്സിലേക്ക് പോകാൻ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കൊച്ചു ടോപ്പിക്കിലേക്ക് കടക്കാം. ഡീലിംഗ് വിത്ത് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിനകത്തുള്ള വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ടീച്ചർ ഡീൽ ചെയ്യാൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരുപാട് പോയിൻറ്റ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു വരും. വളരെ സിമ്പിളാണ്. ഇൻ ദ പാസ്റ്റ്, children with special needs were mainstreamed into general education classroom on a limited basis for a limited number of subjects. നമ്മൾ മെയിൻ സ്ട്രീമിനെ കുറിച്ചൊക്കെ നേരത്തെ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്ത്. മുമ്പ് കാലത്ത് എന്തായിരുന്നു, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വെയർ മെയിൻ സ്ട്രീംഡ് ഇൻ ടു ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂംസ്. സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾ, പ്രത്യേക പരിഗണന അറിയിക്കുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾ, വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഒരു ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൻ്റെ മെയിൻ സ്ട്രീമിലായിരുന്നു പഠിച്ചിരുന്നത്. അവരെ മെയിൻ സ്ട്രീം ചെയ്തിരുന്നു. ഓൺ എ ലിമിറ്റഡ് ബേസിസ് ഫോർ എ ലിമിറ്റഡ് നമ്പർ ഓഫ് സബ്ജക്ട്സ്. അതെങ്ങനെയാണെന്ന് അറിയോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ലിമിറ്റഡ് ബേസിസിലാണ് ചില ലിമിറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ ചില സമയങ്ങളിൽ മാത്രം ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ
അവരെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. ടുഡേ മെയിൻ സ്ട്രീമിംഗ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ഇൻക്ലൂഷൻ. പക്ഷേ ഇന്ന് മെയിൻ സ്ട്രീം എന്നുള്ളത് ആ കൺസെപ്റ്റിനെ ഇൻക്ലൂഷൻ എന്നുള്ള കൺസെപ്റ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മെയിൻ സ്ട്രീമിംഗ് ഇല്ല, ഇൻക്ലൂഷനാണ്. ആസ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട് ഫുൾ ടൈം ഇൻ എ ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം. ഇവിടെ സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾ മുഴുവൻ സമയം ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയാണ്. വൈ എ റെഗുലർ എഡ്യൂക്കേഷൻ ടീച്ചർ ആൻഡ് സ്പെഷ്യലിസ്റ്റ്. ഇവിടെ റെഗുലർ എഡ്യൂക്കേഷൻ ടീച്ചറും ഉണ്ടാവും, ഒരു സ്പെഷ്യലിസ്റ്റ് ടീച്ചറും ഉണ്ടാവും. അപ്പോൾ ഡൈവേഴ്സിറ്റിയിലുള്ള വൈകല്യങ്ങളുടെ ഇമ്പയർമെൻറ്റിൻ്റെ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള പറ്റുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ടീച്ചറും ഉണ്ടാവും, ഒരു റെഗുലർ ടീച്ചറും. ഇവ രണ്ടുപേരുടെയും സഹായത്തോടു കൂടിയുള്ള പഠന പ്രക്രിയയായിരിക്കും ആ ക്ലാസ് റൂമിൽ നടക്കുക. Some educators believe that all children benefit from inclusion because it creates an authentic microcosm of the society. ചില വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിശ്വസിക്കുന്നത് ഇൻക്ലൂഷനിൽ എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടും ഇൻക്ലൂഷൻ. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഓതൻറ്റിക് മൈക്രോസം ഓഫ് ദ സൊസൈറ്റി. കാരണം ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ശരിക്കും സൊസൈറ്റീൻ്റെ ഒരു മിനി രൂപമാണ്, ഒരു ലഘുരൂപമാണ്. ഓതൻറ്റിക്കായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു മിനി രൂപമാണ്, ഒരു ലഘുരൂപമാണ് ശരിക്കും ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പം അവിടെ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളുടെ റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി അവിടെ ടീച്ചർ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് പരിശോധിക്കാം. ടീച്ചർക്ക് ടീച്ചറുടേതായ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കണം ആ ക്ലാസ് റൂമിനെ കുറിച്ച്. അതെന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. To create enthusiastic lifelong learners, effective teachers show students that what they are learning in school will equip them with the knowledge, confidence and skills necessary to have fulfilling lives. ഇതായിരിക്കണം ടീച്ചറുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, സ്ഥിരോത്സാഹികളായിട്ടുള്ള ലൈഫ് ലോങ് ലേണേഴ്സ്, ആജീവനാന്ത പഠിതാക്കളായിട്ട് ഇഫക്റ്റീവ് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? അങ്ങനെ ആക്കി മാറ്റണം. കുട്ടികളെ അങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ, എന്തൂസിയാസ്റ്റിക്കും ലൈഫ് ലോങ് ലേണേഴ്സും ആക്കി മാറ്റണമെങ്കിൽ ഇഫക്റ്റീവ് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ഫലപ്രദമായി പ്രവർത്തിക്കുന്ന അധ്യാപകർ ഷോ സ്റ്റുഡൻസ് ദാറ്റ് വൈ ദേ ആർ ലേണിംഗ് ഇൻ സ്കൂൾ വിൽ എക്വിപ്പ് ദം വിത്ത് നോളജ്, കോൺഫിഡൻസ് ആൻഡ് സ്കിൽസ് നെസസറി ടു ഹാവ് ഫുൾഫില്ലിംഗ് ലൈഫ്സ്. എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? അവരെ ക്ലാസ് റൂമുകളിൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ അവരെ എന്തിനൊക്കെ സഹായിക്കണം? അവർക്ക് അറിവുണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ അവരുടെ ജീവിതാവശ്യങ്ങളെ നിർവഹിക്കുവാനുള്ള നെസസറി സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ പഠനത്തിൻ്റെ ആവശ്യകത എന്നുള്ള കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും അധ്യാപകൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. അതായിരിക്കും ടീച്ചർ എക്സ്പെക്റ്റേഷനിൽ പ്രധാനപ്പെട്ട ഒന്ന്. ടീച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻസ് ഹാവ് എ പവർഫുൾ ഇഫക്റ്റ് ഓൺ സ്റ്റുഡൻസ് പെർഫോമൻസ്. അപ്പോൾ ടീച്ചറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കുട്ടികളുടെ പെർഫോമൻസിൽ എന്തുണ്ട്? ഒരു പവർഫുള്ളായിട്ട് ശക്തിയുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഫക്റ്റീവ് ടീച്ചേഴ്സ് ഹോൾഡ് ഹൈ റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഫോർ ദംസെൽവ്സ് ആൻഡ് ആൾ സ്റ്റുഡൻസ്. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന അധ്യാപകരെ വളരെ ഉയർന്ന തലത്തിലുള്ള, വളരെ യാഥാർത്ഥ്യബോധത്തോടുള്ള ചില എക്സ്പെക്റ്റേഷൻസ് അവർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ കാത്തു സൂക്ഷിക്കുന്നത്. അത്ര എക്സ്പെക്റ്റേഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. They believe in their ability to create a caring classroom climate and in their students' ability to succeed. അവർ ഒരു കെയറിങ് ക്ലാസ് റൂം ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നുണ്ട് അത്തരം അധ്യാപകർ. അതുവരെ കുട്ടികളുടെ വിജയിക്കാനുള്ള കഴിവിലും അവർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആദ്യം വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസമാണല്ലോ എല്ലാം. ഒരു വിശ്വാസമല്ല നമുക്കിത് ക്ലാസ് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഏതെല്ലാം വൈവിധ്യമുള്ള കുട്ടികളുടെ ക്ലാസ്സിൽ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് 2-3 കുട്ടികൾ, അങ്ങനെ വിഷ്വൽ ഇമ്പയർമെൻറ്റ് 1-2 കുട്ടികൾ, അങ്ങനെ ഉണ്ട്. പിന്നെ മൊബിലിറ്റി ഇമ്പയർമെൻ്റ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ റിട്ടാർഡുണ്ട്, ഗിഫ്റ്റഡ് ഉണ്ട്, അണ്ടർ അച്ചീവേഴ്സ് ഉണ്ട്, വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വരുന്നവരുണ്ട്, ജെൻഡർ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇത് എങ്ങനെ ഞാൻ പിന്നെ ഒരു എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടൊരു ക്ലാസ് റൂം എങ്ങനെ എനിക്ക് സൃഷ്ടിച്ചെടുക്കാമെന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം നമ്മളെ മനസ്സിൽ വേണം, ഇല്ലെങ്കിൽ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ് റൂം, കെയറിങ് ക്ലാസ് റൂം ക്ലൈമറ്റ് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. നമുക്കൊരു ആത്മവിശ്വാസം വേണം, നല്ല വിശ്വാസമാണ്. അതുപോലെ കുട്ടികൾക്ക് വിജയിക്കാൻ കഴിയും. ഈ കുട്ടികൾക്കൊക്കെ അവരിൽ അന്തർലീനമായി കിടക്കുന്ന മാക്സിമം കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് അവരുടെ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ടീച്ചർക്ക് വേണം. അതുപോലെ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ദെയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദെയർ ചിൽഡ്രൻ ത്രൂ ദെയർ ആക്ഷൻസ് ആൻഡ് വേർഡ്സ്.
ടീച്ചറുടെ എക്സ്പെക്റ്റേഷൻസ് എങ്ങനെയാണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടീച്ചറുടെ എക്സ്പെക്റ്റേഷൻസും ആറ്റിറ്റ്യൂഡ്സും മനോഭാവങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികളോട് ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ദെയർ ആക്ഷൻസ് ആൻഡ് വേർഡ്സ്. ടീച്ചറുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും വാക്കുകളിൽ കൂടിയാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ടീച്ചറുടെ വാക്കുകളും ആയിരിക്കണം ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്റ്റുഡൻസ് പെർസെപ്ഷൻസ് ഓഫ് ടീച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ക്യാൻ അഫക്റ്റ് ദിയർ മോട്ടിവേഷൻ ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. ടീച്ചറുടെ ഈ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചുള്ള കുട്ടിയുടെ ഒരു പെർസെപ്ഷൻസ്, ടീച്ചറുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ടീച്ചറുടെ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചുള്ള കുട്ടിയുടേതായ ഒരു പെർസെപ്ഷൻസ്, അവബോധം, ക്യാൻ അഫക്റ്റ് ദിയർ മോട്ടിവേഷൻ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. അത് കുട്ടികളുടെ മോട്ടിവേഷനെയും സെൽഫ് കോൺസെപ്റ്റിനെയും എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു, അനുകൂലമായിട്ട് ബാധിക്കുന്നു. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കും. ശരിക്കുള്ള എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ പ്രതികൂലമാകും. ശരിക്കും ടീച്ചറുടെ എക്സ്പെക്റ്റേഷൻസും ആറ്റിറ്റ്യൂഡും ശരിക്കുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് അനുകൂലമായിട്ട്. അപ്പം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ മോട്ടിവേഷനെയും സെൽഫ് കൺസെപ്റ്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ആർ എൻഹാൻസ്ഡ് വെൻ ടീച്ചേഴ്സ് സെറ്റ് ഹൈ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഹോൾഡ് ദം ടു ദീസ് എക്സ്പെക്റ്റേഷൻസ്. ടീച്ചറെ ഹൈ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പുലർത്തുമ്പോൾ ഈ ഹൈ എക്സ്പെക്റ്റേഷൻസിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് ഉള്ള പിന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് പെർഫോമൻസും അതുപോലെ കുട്ടികളുടെ ഈ സ്വയം മതിപ്പും സെൽഫ് എസ്റ്റീമും വർദ്ധിക്കും. കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസും അതുപോലെ സ്വയം മതിപ്പും വർദ്ധിക്കും. നല്ല കോൺഫിഡൻസ് ഉണ്ടാകും കുട്ടികൾക്ക്. Therefore, teachers need to set realistic expectations for students when making assignments, giving presentations, conducting discussions and grading examinations. അതുകൊണ്ട് തന്നെ അധ്യാപകർ എന്ത് ചെയ്യണം? വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം അധ്യാപകർക്ക് ഉണ്ടാവേണ്ടത്. കുട്ടികളിൽ നിന്ന് അധ്യാപകർ പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പ്രതീക്ഷകളായിരിക്കണം. എപ്പോഴൊക്കെ വെൻ മേക്കിംഗ് അസൈൻമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ, ഗിവിങ് പ്രസൻറ്റേഷൻസ്, സംഗതികളൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സെമിനാർ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, കണ്ടക്ടിങ് ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ, അതുപോലെ ആൻഡ് ഗ്രേഡിങ് എക്സാമിനേഷൻസ്, പരീക്ഷകളെ ഒക്കെ ഗ്രേഡ് ചെയ്യുമ്പോൾ ഒക്കെ ടീച്ചർക്ക് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പ്രതീക്ഷകളായിരിക്കണം, എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം കുട്ടികളിൽ നിന്നുണ്ടാവണം. അത് വെച്ച് പുലർത്തണം. Realistic in this context means that the standards are high enough to motivate students to do their best work, but not so high that students will inevitably be frustrated in trying to meet those expectations. അവിടെ ശ്രദ്ധിക്കണം. ഈ റിയലിസ്റ്റിക് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളത്. യാഥാർത്ഥ്യബോധം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? The standards are high enough. Realistic in this context means that the standards are high enough to motivate students. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം ഉയർന്നതായിരിക്കണം അതിൻ്റെ നിലവാരം. എന്തിനാണ്? ടു ഡു ദിയർ ബെസ്റ്റ് വർക്ക്, അവരുടെ വർക്കുകൾ നന്നായി ചെയ്യാൻ. ബട്ട് നോട്ട് സോ ഹൈ ദാറ്റ് സ്റ്റുഡൻസ് വിൽ ഇനെവിറ്റബിളി ബി ഫ്രസ്ട്രേറ്റഡ് ഇൻ ട്രൈങ് ടു മീറ്റ് ദോസ് എക്സ്പെക്റ്റേഷൻസ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്രയ്ക്ക് അങ്ങോട്ട് ഹൈ ആവാനും പാടില്ല. കാരണം ചില കുട്ടികൾക്ക് അവരുടെ ആ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഫ്രസ്ട്രേഷൻ വരും, നിരാശ വരും. അപ്പോൾ ചിലർക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് ടീച്ചർ എന്ത് ചെയ്യാൻ പാടില്ല? വെച്ച് പുലർത്താൻ പാടില്ല. അപ്പോൾ ടൂ ഹൈ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിരിക്കണം. പക്ഷേ അത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിലുള്ളതായിരിക്കണം. Teachers should guard against setting too low or too high expectations for students with special needs, too low expectations for gifted students. അപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് വളരെ ടൂ ലോ ആയിട്ടില്ല, അല്ലെങ്കിൽ ടൂ ഹൈ ആയിട്ടില്ല, വളരെ താഴ്ന്ന ലെവൽ അല്ലെങ്കിൽ വളരെ ഉയർന്ന ലെവലുള്ള എക്സ്പെക്റ്റേഷൻസ് ടീച്ചർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ചെയ്യാൻ പാടില്ല. ആർക്ക്? ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ. അതുപോലെ ടൂ ലോ എക്സ്പെക്റ്റേഷൻസ് ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അതുപോലെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ കുറഞ്ഞ എക്സ്പെക്റ്റേഷൻസും ടീച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ചെയ്യാൻ പാടില്ല. ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്ക് വളരെ ലോ എക്സ്പെക്റ്റേഷൻസ് ആകുമ്പോൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് അവർക്ക് ഉയർന്ന് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അവിടെ അവർക്ക് അനുസൃതമായിട്ടുള്ള ഹൈ എക്സ്പെക്റ്റേഷൻസ് വേണം. ടു ഡെവലപ്പ് ദ ഡ്രൈവ് ടു അച്ചീവ്, സ്റ്റുഡൻസ് നീഡ് ടു ബിലീവ് ദാറ്റ് അച്ചീവ്മെൻറ്റ് ഈസ് പോസിബിൾ, വിച്ച് മീൻസ് ദാറ്റ് the teachers need to provide plentiful opportunities for success.
To develop the drive to achieve, students need to believe that achievement is possible. കുട്ടികൾക്ക് അച്ചീവ്മെൻറ്റ് പോസിബിൾ ആണ് എന്ന് കുട്ടികൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പം അങ്ങനെയുള്ള ഡ്രൈവ് അച്ചീവ് ചെയ്യാനുള്ള ഡ്രൈവിനെ ഡെവലപ്പ് ചെയ്യണം. അതിനർത്ഥം എന്താ? ടീച്ചേഴ്സ് നീഡ് ടു പ്രൊവൈഡ് പ്ലൻറ്റിഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സക്സസ്. ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് സക്സസ്സിനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ അച്ചീവ്മെൻറ്റ് പോസിബിൾ ആണ് എന്നിട്ട് കുട്ടിക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ടീച്ചർ കുട്ടിക്ക് അതിനുള്ള പ്ലെൻറ്റിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. വിജയത്തിനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അങ്ങനെയാണ് അച്ചീവ് ചെയ്യാനുള്ള ഡ്രൈവ് ടീച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇഫക്റ്റീവ് ടീച്ചേഴ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് സെറ്റ് അച്ചീവബിൾ ഗോൾസ് ആൻഡ് എൻകറേജ് ദം ടു ഫോക്കസ് ഓൺ ലോങ് ടേം ഇംപ്രൂവ്മെൻറ്റ്, നോട്ട് ജസ്റ്റ് ഗ്രേഡ്സ് ഓൺ കറൻറ്റ് അസൈൻമെൻറ്റ്സ്. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന അധ്യാപകർ എന്ത് ചെയ്യുന്നു? കുട്ടികളെ സഹായിക്കുന്നതിന് അവർക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ, അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ എന്ത് ചെയ്യും? ആൻഡ് എൻകറേജ് ദം ടു ഫോക്കസ് ഓൺ ലോങ് ടേം ഇമ്പ്രൂവ്മെൻറ്റ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എൻകറേജ്മെൻറ്റ് അവർക്ക് കൊടുക്കും. നോട്ട് ജസ്റ്റ് ഗ്രേഡ്സ് ഓൺ കറൻറ്റ് അസൈൻമെൻറ്റ്സ്, അല്ലാതെ ഇപ്പോൾ ചെയ്ത അസൈൻമെൻറ്റിന് ഗ്രേഡ് കൊടുക്കുക, ഇത് നിർത്തുക എന്നുള്ളതല്ല. ഒരു ലോങ് ടേം ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ എൻകറേജ് ചെയ്യും. എന്നിട്ട് അവരുടെ അച്ചീവബിൾ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും ഇഫക്റ്റീവ് ടീച്ചേഴ്സ്. Students learn to evaluate their progress, critique their own work, analyze their strength and address their weakness. കുട്ടികൾ തന്നെ അവരുടെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കും. സ്വയം ഒരു ഇവാലുവേഷൻ ഉണ്ട്, സെൽഫ് ഇവാലുവേഷൻ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്കിന് സെൽഫ് ഇവാലുവേറ്റ്. സ്റ്റുഡൻസ് ലേൺ ടു ഇവാലുവേറ്റ് ദെയർ പ്രോഗ്രസ്. അപ്പോൾ അവരുടെ പ്രോഗ്രസ്സിനെ അവർക്ക്, കുട്ടികളുടെ പുരോഗതിയെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കും. അതുപോലെ ക്രിട്ടിക് ദെയർ ഓൺ വർക്ക്, അവരുടെ വർക്കുകൾ എത്രമാത്രം ഫലപ്രദമായിട്ടില്ല, എന്തെല്ലാം പോരായ്മയുണ്ട്, എന്തെല്ലാം നേട്ടങ്ങളുണ്ട്, ഇതൊക്കെ അവരിങ്ങനെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടും അവർക്ക് കഴിയും. അനലൈസ് ദെയർ സ്ട്രെങ്ത്, അവരുടെ കഴിവുകളെ അനലൈസ് ചെയ്യാൻ കഴിയും. ആൻഡ് അഡ്രസ് ദെയർ വീക്ക്നെസ്സസ്, അവരുടെ വീക്ക്നെസ് എന്താണെന്നുള്ളതും അവർക്ക് അഡ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രസ് അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ അവരുടെ വർക്കുകളെ ക്രിട്ടിക്കലായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? സമീപിക്കാൻ കഴിയണം. അതുപോലെ തന്നെ അവരുടെ കഴിവുകളും കഴിവുകേടുകളും ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അഡ്രസ് ചെയ്യാനും കുട്ടികൾക്ക് കഴിയണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇഫക്റ്റീവ് ടീച്ചേഴ്സ് ട്രീറ്റ് ഓൾ സ്റ്റുഡൻസ് ദ സെയിം റിഗാർഡ്ലെസ് ഓഫ് their culture, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓർ സ്പെഷ്യൽ നീഡ്സ്. വളരെ പ്രധാനം, മുമ്പൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വളരെ പ്രധാനമാണ് എന്താണ്? ഇഫക്റ്റീവ് ടീച്ചേഴ്സ് എല്ലാ കുട്ടികളും ഒരുപോലെ കാണുന്നു. എങ്ങനെ? റിഗാർഡ്ലെസ് ഓഫ് their culture, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓർ സ്പെഷ്യൽ നീഡ്സ്. അവരുടെ കൾച്ചർ എന്താണെന്നോ, സംസ്കാരം എന്താണെന്നോ, സാമൂഹിക സാമ്പത്തിക സ്റ്റാറ്റസ് എന്താണെന്നോ, ഓർ സ്പെഷ്യൽ നീഡ്സ് എന്താണെന്നോ റിഗാർഡ് ചെയ്യാത്ത എല്ലാവരെയും എന്ത് ചെയ്യണം? ഒരുപോലെ കാണും. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണും. ഏത് കൾച്ചറിൽ നിന്ന് വരുന്നവർ, ഏത് ജെൻഡറിൽ നിന്ന് വരുന്നവർ, ഏത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ നിന്ന് വരുന്നത്, ഏത് സ്പെഷ്യൽ നീഡ്സ് നിന്ന് ഉള്ള കുട്ടികളായാലും, ഏത് ഡൈവേഴ്സിറ്റിയിലെ കുട്ടികളായാലും എല്ലാവരും ഒരുപോലെ കാണും. വളരെ പ്രധാനമാണ്. എല്ലാ കുട്ടികളെ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ക്ലാസ്. അപ്പോഴേ കുട്ടികളെ മനസ്സിൽ തന്നെ എന്തുണ്ടാവുള്ളൂ? ഒരു ആത്മവിശ്വാസം, അതിൽ ടീച്ചറിലൊരു വിശ്വാസം ഉണ്ടാവും. ഭാഷാറ്റിലൊരു ടീച്ചറാണെങ്കിൽ ഒരിക്കലും കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എല്ലാ കുട്ടികളും ഒരുപോലെ കാണുക. ദേ കണ്ടിന്യൂസ്ലി എക്സ്പ്രസ് ദെയർ കോൺഫിഡൻസ് ഇൻ സ്റ്റുഡൻസ് എബിലിറ്റി ടു സക്സീഡ്. ഒരു ഇഫക്റ്റീവ് ടീച്ചർ എന്ത് ചെയ്യും? കുട്ടികൾക്ക് വിജയിക്കാനുള്ള ആത്മവിശ്വാസം, കുട്ടികൾക്ക് വിജയിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അവർക്ക് കുട്ടികളുടെ വിജയത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, വിജയിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അധ്യാപകർ എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർക്കൊരു മോട്ടിവേഷനായിട്ട് മാറും. ബി അവെയർ ദെൻ ദാറ്റ് സ്റ്റുഡൻസ് പെർസീവ് ടീച്ചേഴ്സ് ആക്ഷൻസ് ആസ് എ മിറർ ഓഫ് ദംസെൽവ്സ്. വളരെ പ്രധാനം, ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ബോധമുണ്ടാവണം. ബി അവെയർ ദെൻ ദാറ്റ് സ്റ്റുഡൻസ് പെർസീവ് ടീച്ചേഴ്സ് ആക്ഷൻസ് ആസ് എ മിറർ ഓഫ് ദംസെൽവ്സ്. ടീച്ചറുടെ ആക്ഷൻസിനെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? പെർസീവ് ചെയ്യുന്നു. എന്താണ്? ഒരു കണ്ണാടി പോലെയാണ്, ഒരു മിറർ പോലെ, അവരുടെ ഒരു കണ്ണാടി പോലെയാണ് ടീച്ചറുടെ ആക്ഷൻസിനെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? അത് പെർസീവ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം ടീച്ചറുടെ സമീപനങ്ങൾ എന്ന് പറയുന്നത്. അതിനാൽ ടീച്ചേഴ്സ് നീഡ് ടു ചലഞ്ച് ദെയർ സ്റ്റുഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എ ബിലീഫ് ഇൻ സ്റ്റുഡൻസ് അബിലിറ്റീസ് ആൻഡ് മീനിങ്. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടികളെ വെല്ലുവിളിക്കണം, ചലഞ്ച് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം,
കുട്ടികളിലുള്ള എബിലിറ്റീസ്, അവരുടെ എബിലിറ്റീസിലുള്ള ഒരു വിശ്വാസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ വെല്ലുവിളിക്കണം. ആ എബിലിറ്റീസ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും, നിങ്ങൾക്ക് കഴിയും, യു ക്യാൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ജനറൽ ക്ലാസ് റൂം ടീച്ചേഴ്സ് വിൽ കണ്ടിന്യൂ ടു പ്ലേ എ മേജർ റോൾ ഇൻ ലൈഫ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ അറ്റ് റിസ്ക് ഉള്ള കുട്ടികൾ, നമ്മളല്ലേ നേരത്തെ പിന്നെ പറഞ്ഞ വിഭാഗത്തിലുള്ള കുട്ടികളൊക്കെ, എൻവയറമെൻറ്റിലുള്ള കുട്ടികൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾ, അവരുടെയൊക്കെ പിന്നെ ജീവിതം, അവരുടെയൊക്കെ ലൈഫ്സ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജനറൽ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഒരു മേജർ റോൾ അവർക്കുണ്ട്. ജനറൽ ക്ലാസ് റൂം ടീച്ചേഴ്സിന് ഒരു മേജർ റോളുണ്ട്. എന്തിന്? ഈ ഹൈ റിസ്ക് റിസ്ക് ഉള്ള കുട്ടികളെ അവരുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് സ്പെൻഡ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ടുഗദർ ഡ്യൂറിങ് ദ വീക്ക്. കാരണം അധ്യാപകരും കുട്ടികളും പരസ്പരം എന്ത് ചെയ്യുന്നു, ഒരാഴ്ചയിൽ അത്യാവശ്യം നല്ല ഒരു സമയം ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, ഒരുമിച്ച് ചിലവഴിക്കുന്നുണ്ട്. ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിക്കുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ അവർ വീട്ടിൽ പേരൻസുമായിട്ട് ഇടപഴകുന്നതിനേക്കാൾ സമയം ടീച്ചറുമായിട്ട് ഇടപഴകാൻ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങൾ ഫലപ്രദമായിട്ട് ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള അധ്യാപകർ. ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചർ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഡൈവേഴ്സിറ്റിയുള്ള ക്ലാസ് റൂമിൽ എങ്ങനെ ടീച്ചർക്ക് ഡീൽ ചെയ്യാം, എങ്ങനെ ടീച്ചർ ഡീൽ ചെയ്യണം എന്നത് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. ക്ലാസ് റൂമിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോധ്യത്തോടു കൂടി ക്ലാസ് റൂമിൽ പോവുക. എന്നിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാ കുട്ടികളുടെയും ഈ പൊട്ടൻഷ്യാലിറ്റീസ്, അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള മോട്ടിവേഷൻ കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. അങ്ങനെ അവരെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതായിരിക്കണം ടീച്ചറുടെ ധർമ്മം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നല്ല മാതൃകാ അധ്യാപകരാവാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ. ഓൾ ദ ബെസ്റ്റ്.